ഒരു കപ്പ് ചോറ് വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റൊട്ടി ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു കപ്പ് ചോറ് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1/4 കപ്പ് വെള്ളമാണ്. നമ്മൾ ചോറെടുത്ത് അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ നെയ്ക്ക് പകരം വേണമെങ്കിൽ റിഫൈൻഡ് ഓയിലും ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നമുക്ക് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദയാണ് ടോട്ടൽ എടുത്തിട്ടുള്ളത്. 1 കപ്പ് ആദ്യം ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് കുറേശ്ശെയായി ബാക്കിയുള്ള മൈദ കൂടി ചേർത്തെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ നല്ലൊരു ഡോവാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൽ നിന്ന് പകുതി എടുത്ത് ഒന്ന് പരത്താനായി വെക്കുന്നുണ്ട്. നമുക്കിത് പറ്റുന്നത്ര നേരിയതായി വേണം പരത്തിയെടുക്കാൻ. ഇത്രയും തിൻ ലെയറായി വേണം നമ്മൾ പരത്തിയെടുക്കാൻ. ഇനി അതിൻ്റെ മേലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേലെ കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിതായി ചെയ്യുന്നത് പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഇത് ഓരോ പീസസായി കട്ട് ചെയ്തെടുക്കണം. നമുക്ക് പൊറോട്ട വലിയ സൈസിലാണ് വേണമെങ്കിൽ കുറച്ച് വലിയ പീസസായി മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇത്രയും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ച് ഒന്ന് നന്നായി തന്നെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചപ്പാത്തി കോലൊന്നും വേണ്ട. ഇനി നമ്മൾക്കിത് ചട്ടിയിൽ തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കണം. നമ്മൾ ചപ്പാത്തി ചുടുന്നത് പോലെ തന്നെയാണ് കേട്ടോ. തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നന്നായി പൊങ്ങി വരും. അപ്പോൾ ഇത് ഈസിയായി നമുക്ക് വീട്ടിൽ തന്നെ പൊറോട്ട ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇനി ഒരു 3 പൊറോട്ട ചുട്ടെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ഞാനൊരു 3 ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതാ അടിച്ചെടുക്കും കേട്ടോ. നല്ല നൂലായി തന്നെ നമുക്ക് പൊറോട്ട കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.